വാവ്, ഫൈനലി നമ്മുടെ ഓരോരുത്തരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് റോക്ക് സ്റ്റാർ ഗെയിംസ് GTA 6 ട്രെയിലർ 2 നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷ എല്ലാവരും റാൻഡംലി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ട്രെയിലർ. സോ നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് തന്നെയാണ് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുള്ള കാര്യം കാണാൻ വേണ്ടി തന്നെ. പിന്നെ ആദ്യം പറയും നമുക്ക് മൈക്കൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെന്റ് എൻ്റെ റിയാക്ഷനാണ് ഞാൻ നിങ്ങളായിട്ട് ചെയ്യുന്നത്. എന്തായാലും 2026 ട്രെയിലറിന്റെ അവസാനം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നോക്കാം. സോ ഹിയർ വി ഗോ. അപ്പൊ നമുക്ക് തുടങ്ങിക്കളയാം. നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് തന്നെയാണ്. ഫുൾ സ്ക്രീൻ ഇട്ട് കാണാൻ Seriously, dude, you got some time on your hands. I got some properties with paying tenants. Oh, that's why you came by? Just go get me my checks. നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറിയെ കുറിച്ചാണ് അവർ കാണിച്ചു തരുന്നത്. ഓ, ജെയ്സൺ ഭയങ്കര ജാക്ഡ് ആണ് കേട്ടോ. സാനിട്രിയാസ് പോലെ ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജെയ്സനെ ഞാൻ തടിയനാക്കിയാണ്. ഓക്കെ, ആദ്യത്തെ ട്രെയിലർ നമ്മൾ ലൂസിയെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ജെയ്സനെ ഫോക്കസ് ചെയ്യുന്നത്. വൈസ് സിറ്റി ബീച്ച് പറഞ്ഞല്ലോ, ബോണി ആൻഡ് ക്ലേ ആണ് അവർ സത്യം പറഞ്ഞതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ലൂസിയ. ഓ, അപ്പൊ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൂസിയ ജയിലിലാണ്. There she comes. ഇത് എൻജിനിലാണ് ഓടുന്നെങ്കിൽ കൊള്ളാം കേട്ടോ. ഓക്കെ, നമുക്ക് റൊമാൻസ് കാണാം. ഹൈസ്റ്റ്. Trust me, this place is just the start for us. The only thing that matters is who you know and what you got. ഓക്കെ, കൂൾ. ഫിസിക്സ് കൊള്ളാം. ഈ പാട്ടിനൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടായിരുന്നു. അത് ആരായിരുന്നു? അത് ഫ്രാങ്ക്ലിനോ? ഓക്കെ ഓക്കെ, മോർ എക്സ്പ്ലോഷൻ. ഫ്ലൈറ്റിൻ്റെ പൊക്കത്തിൽ നിന്നൊക്കെ ചാടുന്നു. ആക്ഷൻ, കെയോസ്. HYCT ബേബി. ടോമിയുടെ എന്തെങ്കിലും റെഫറൻസ് നമുക്ക് കാണാൻ കഴിയും. വൈൽഡ് ലൈഫ്, ഓഷ്യൻ, കടലൊക്കെ കാണാം. ചെയ്സ്, വീണ്ടും കുറേ ചെയ്സ്. ഇവിടുത്തെ റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാൾ ചാകുമായിരിക്കും. അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ചോയ്സ്. GTA 5 എൻഡിങ്ങിനകത്ത് നമുക്ക് കുറച്ച് ചോയ്സ് കിട്ടിയായിരുന്നു. എന്നാ ഇത് വരുന്നത് 2026 ആക്കി റൂമേഴ്സ് ശരിയാണെന്ന് തോന്നുന്നു. May 2026. വെയിറ്റ്. ഓക്കെ, ഈ ഫുട്ടേജ് ക്യാപ്ചർ ചെയ്തേക്കുന്നത് പ്ലേ സ്റ്റേഷനിലാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കുന്നത് നമുക്ക് പ്ലേ സ്റ്റേഷൻ്റെ ലോഗോയും എക്സ്പോസിൻ്റെ ലോഗോയും നമുക്ക് കാണാം. പക്ഷേ യെസ്, PC കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണെങ്കിലും 1 വർഷം കൂടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിത് PC കാണാം. സോ PC പ്ലെയർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെയും ഫീലിങ്സ് സെയിം തന്നെയാണ്. ഞാൻ PC വന്നിട്ട് ഞാൻ എന്തായാലും കളിക്കുന്നത്. ഐ എം എ PC ഗെയിമർ. നമ്മുടെ ഹെൻറി കാവലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നെന്ന് എനിക്ക് തോന്നുന്നു. ഹെൻറി കാവൽ പറയുന്ന പോലെ തന്നെ കൺസോളാണ്. കൺസോൾ ഒന്നുമില്ല, ഞാൻ PC ഗെയിമർ മാത്രമാണ്. കൺസോളൊക്കെ എന്താ എന്ന് ചോദിക്കുന്ന പോലെ. സോ എന്താണെങ്കിലും ട്രെയിലർ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആദ്യത്തെ ട്രെയിലറിനകത്തായിരുന്നു അവർ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇത് ടീച്ചറിന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർ എഞ്ചിൻ ഇംപ്രൂവ്മെന്റ് ചെയ്തോ, ഗ്രാഫിക്സ് കുറച്ചും കൂടി കൊള്ളാവോ, ഗെയിം പ്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂയായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? പ്ലേ സ്റ്റേഷനിൽ ക്യാപ്ചർ ചെയ്ത ഫുട്ടേജ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ PC-യിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈ ഫെഡിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. എനിക്ക് GTA 6 ട്രെയിലർ 2 കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ ഡിലേയെ കുറിച്ച് എനിക്ക് പറയാതെ തന്നെ അറിയാം. നമ്മൾ ഓരോരുത്തരും ശോകം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് for watching this video, guys. Stay safe, guys. Stay awesome. See you guys next episode. Watch.